പ്രിയപ്പെട്ടവരെ, മൈൻഡ്ഗ്ലോ റേക്കി ആൻഡ് അക്യൂപങ്ക്ചർ സെന്റർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്റ്റലുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നൽകുന്നത്. അതിൽ അറിയപ്പെടുന്ന കുറച്ചു ക്രിസ്റ്റലുകളെക്കുറിച്ചും ജനന തീയതി അനുസരിച്ച് ഓരോരുത്തരും ഉപയോഗിക്കേണ്ട ക്രിസ്റ്റലുകളെക്കുറിച്ചും പറയുന്നു. വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ക്രിസ്റ്റലുകൾക്ക് രോഗശാന്തി ഗുണങ്ങളും ഊർജ്ജത്തെ സ്വാധീനിക്കാനുള്ള കഴിവും ഉണ്ടെന്ന് നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളിൽ വിശ്വസിക്കപ്പെടുന്നു. ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയപരമായ തെളിവുകൾ കുറവാണെങ്കിലും ക്രിസ്റ്റലുകൾക്ക് ശരീരത്തിന്റെ ഊർജ്ജ മണ്ഡലവുമായി പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന തരംഗങ്ങൾ പുറത്തുവിടാൻ സാധിക്കുമെന്നും ഇത് ആരോഗ്യവും സന്തുലിതാവസ്ഥയും പ്രോത്സാഹിപ്പിക്കുമെന്നും പലരും വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്രിസ്റ്റലുകളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നു. അതിനുശേഷം ന്യൂമേറോളജി അനുസരിച്ചു ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്ന ക്രിസ്റ്റലുകൾ ഏതൊക്കെയാണെന്നും പറയുന്നു. ആദ്യമായി പറയുന്നത് ക്ലിയർ ക്വാർട്സ് എന്ന ക്രിസ്റ്റലിനെക്കുറിച്ച് ആണ്. മാസ്റ്റർ ഹീലർ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ക്ലിയർ ക്വാർട്സ് ഊർജ്ജത്തെയും ചിന്തകളെയും മറ്റ് ക്രിസ്റ്റലുകളുടെ ഫലങ്ങളെയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് പൊതുവായ രോഗശാന്തിക്കും മനസ്സിന്റെ വ്യക്തതയ്ക്കും എല്ലാ ചക്രങ്ങളെയും സന്തുലിതമാക്കാനും ഉപയോഗിക്കുന്നു. അടുത്തത് അമെത്തിസ്റ്റ് ആണ്. മനോഹരമായ ഈ വയലറ്റ് ക്രിസ്റ്റൽ ആത്മീയ സംരക്ഷണം, ശുദ്ധീകരണം, അവബോധം വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും ധ്യാനത്തെ സഹായിക്കാനും ഇത് ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് റോസ് ക്വാർട്സ് ആണ്. സാർവത്രിക സ്നേഹത്തിന്റെ കല്ല് എന്നറിയപ്പെടുന്ന റോസ് ക്വാർട്സ് ആത്മസ്നേഹം, സൗഹൃദം, പ്രണയം എന്നിവയ്ക്കായി ഇവ ഉപയോഗിക്കുന്നു. ഇവ ഹൃദയത്തെ തുറക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ആന്തരിക രോഗശാന്തി, അനുകമ്പ, ക്ഷമ, വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തത് ബ്ലാക്ക് ടൂർമലൈൻ ആണ്. ശക്തമായ ഒരു സംരക്ഷക കല്ലായ ബ്ലാക്ക് ടൂർമലൈൻ നെഗറ്റീവ് ഊർജ്ജം, വൈദ്യുതകാന്തിക വികിരണം, മാനസിക ആക്രമണങ്ങൾ എന്നിവ ആഗിരണം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. ഇത് പലപ്പോഴും ഗ്രൗണ്ടിങ്ങിനും ശുദ്ധീകരണത്തിനും സുരക്ഷിതത്വബോധം സൃഷ്ടിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അടുത്തത് സിട്രൈൻ ആണ്. തിളക്കമുള്ള ഈ മഞ്ഞ ക്രിസ്റ്റൽ സമൃദ്ധി, ഐശ്വര്യം, സന്തോഷം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വിജയത്തെ ആകർഷിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സർഗാത്മകത ഉത്തേജിപ്പിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പലരും ക്രിസ്റ്റലുകൾ ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ വെച്ചോ അവയുമായി ധ്യാനിച്ചോ കൂടെ കൊണ്ടുനടന്നോ അല്ലെങ്കിൽ പരിസരത്ത് സ്ഥാപിച്ചോ അവയുടെ ഊർജ്ജ സ്വാധീനം പ്രയോജനപ്പെടുത്തുന്നു. അടുത്തത് ഗാർനറ്റ് ആണ്. ഊർജ്ജത്തിന്റെയും അഭിനിവേശത്തിന്റെയും കല്ലാണ് ഗാർനറ്റ്. ഇത് ഊർജ്ജസ്വലതയും ശക്തിയും നൽകാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്നേഹത്തെയും ഭക്തിയെയും പ്രചോദിപ്പിക്കുകയും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ധൈര്യവും പ്രതീക്ഷയും നൽകുകയും ചെയ്യുന്നു. ഈ ക്രിസ്റ്റൽ ഊർജ്ജത്തെ സന്തുലിതമാക്കാനും ശാന്തതയും അഭിനിവേശവും കൊണ്ടുവരാനും സഹായിക്കും. അടുത്തത് കാർനീലിയൻ ആണ്. ധൈര്യം, പ്രചോദനം, സർഗാത്മകത എന്നിവയെ സൂചിപ്പിക്കുന്ന തിളക്കമുള്ള കല്ലാണ് കാർനീലിയൻ. ഇത് ഊർജ്ജവും ഉന്മേഷവും ഉത്തേജിപ്പിക്കാനും മടി മാറ്റിവെച്ച് മുന്നോട്ടു പോകാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്രിസ്റ്റൽ അസൂയ, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുകയും നല്ല ജീവിത തിരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അടുത്തത് റെഡ് ജാസ്പർ ആണ്. സ്ഥിരതയും ശക്തിയും നൽകുന്ന ശക്തമായ ഒരു ഗ്രൗണ്ടിംഗ് കല്ലാണ് റെഡ് ജാസ്പർ. സമ്മർദ്ദ സമയങ്ങളിൽ പിന്തുണ നൽകാനും ശാന്തതയും പൂർണ്ണതയും കൊണ്ടുവരാനും ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ക്രിസ്റ്റൽ ചക്രങ്ങളെ മൃദുവായി ഉത്തേജിപ്പിക്കാനും ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കും. ഇനി മൂൺ സ്റ്റോണിനെക്കുറിച്ച് പറയാം. ചന്ദ്രന്റെ ഊർജ്ജവുമായി ആഴത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മൂൺ സ്റ്റോൺ അവബോധത്തെയും വൈകാരിക സന്തുലിതാവസ്ഥയെയും പ്രോത്സാഹിപ്പിക്കുകയും പുതിയ തുടക്കങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. വൈകാരിക അസ്ഥിരതയും സമ്മർദ്ദവും ശമിപ്പിച്ച് മനസ്സിലേക്ക് ശാന്തത നിറയ്ക്കാനും ഈ ക്രിസ്റ്റൽ സഹായകമാണ്.
ഈ ക്രിസ്റ്റൽ സ്ത്രീത്വ ഊർജ്ജങ്ങളെയും പ്രത്യുത്പാദനശേഷിയും മാനസിക കഴിവുകളെയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്തത് സെലെനൈറ്റ് ആണ്. ശക്തമായ ശുദ്ധീകരണ ഗുണങ്ങളുള്ള ഒരു ഉയർന്ന വൈബ്രേഷൻ ക്രിസ്റ്റലാണ് സെലെനൈറ്റ്. മറ്റ് ക്രിസ്റ്റലുകളിൽ, സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓറകളിൽ അടിഞ്ഞുകിടക്കുന്ന നിശ്ചലമായ ഊർജ്ജം നീക്കം ചെയ്യാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു. ഈ ക്രിസ്റ്റൽ ഉയർന്ന ബോധതലവുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും മനസ്സിൽ വ്യക്തതയും ആന്തരിക വിജ്ഞാനവും വളർത്തുകയും ചെയ്യുന്നു. അടുത്തത് യെല്ലോ അവെഞ്ചുറൈൻ ആണ്. സമൃദ്ധി, സന്തോഷം, വൈകാരിക ക്ഷേമം എന്നിവയുടെ കല്ലാണ് യെല്ലോ അവെഞ്ചുറൈൻ. ഇത് സർഗാത്മകതയും നേതൃത്വഗുണങ്ങളും വർദ്ധിപ്പിക്കുമെന്നും അനുകമ്പയും സഹാനുഭൂതിയും വളർത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്രിസ്റ്റൽ ഉത്കണ്ഠ ലഘൂകരിക്കാനും ആന്തരിക ശാന്തത നൽകാനും സഹായിക്കും. ഇനി ബ്ലൂ ലേസ് അഗേറ്റിനെക്കുറിച്ച് പറയാം. ശാന്തവും പോഷിപ്പിക്കുന്നതുമായ കല്ലായി ഇത് അറിയപ്പെടുന്നു. ഇത് മനസ്സിന് ആശ്വാസം നൽകുകയും ഹൃദയത്തെ തുറക്കുകയും ഒരു ആത്മീയതയും വൈകാരിക സാന്ത്വനവും നൽകുകയും ചെയ്യുന്നു. ഇത് സംസാരശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ചിന്തകളും വികാരങ്ങളും തുറന്നും വ്യക്തമായും പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ ക്രിസ്റ്റൽ ദേഷ്യം ഇല്ലാതാക്കാനും പിരിമുറുക്കം ശാന്തമാക്കാനും സഹായിക്കുമെന്നും പൊതുസംഭാഷണങ്ങളിൽ ആശങ്ക അനുഭവിക്കുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമായ കല്ലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആശയവിനിമയത്തിൽ ആത്മവിശ്വാസം ഉയർത്താനും ഭയം കുറയ്ക്കാനും ഈ ക്രിസ്റ്റൽ സഹായകമായിരിക്കും. അടുത്തത് സ്മോക്കി ക്വാർട്സ് ആണ്. ഇത് ശക്തമായ ഗ്രൗണ്ടിംഗ് നേടാൻ സഹായിക്കുന്നതുകൊണ്ടും ഭൂമിയുമായി ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കപ്പെടുന്നതുമായ കല്ലാണ്. വിഷാംശം ഇല്ലാതാക്കുന്ന കല്ലാണ് സ്മോക്കി ക്വാർട്സ്. അടുത്തത് ഗ്രീൻ അവെഞ്ചുറൈൻ ആണ്. സമൃദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും കല്ലായി അറിയപ്പെടുന്നു. പുതിയ അവസരങ്ങൾ ആകർഷിക്കാനും ധനസമ്പത്ത് വർദ്ധിപ്പിക്കാനും പലരും ഇതിനെ ആശ്രയിക്കുന്നു. മാനസികമായി ആശ്വാസം നൽകുകയും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന പഴയ മുറിവുകൾ സുഖപ്പെടുത്തുകയും നെഗറ്റീവ് വികാരങ്ങളെ ഒഴിപ്പിച്ച് മനസ്സിൽ ഐക്യവും സമാധാനവും നിലനിർത്താനുമാണ് ഈ ക്രിസ്റ്റൽ സഹായിക്കുന്നത്. ടർക്കോയിസ് സംരക്ഷണത്തിന്റെയും രോഗശാന്തിയുടെയും ശക്തിയാൽ പ്രശസ്തമാണ്. ഇത് ധരിക്കുന്നയാളെ നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ദോഷകരമായ സാഹചര്യങ്ങളെയും നിർഭാഗ്യങ്ങളെയും വേരോടെ ഒഴിവാക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ആന്തരിക ബലവും ആത്മസാക്ഷാത്കാരവും വളർത്താൻ ടർക്കോയിസ് സഹായിക്കുന്നു. മാനസികമായി ആശ്വാസം നൽകുകയും സൃഷ്ടിപരമായ ചിന്തയും പ്രശ്നപരിഹാര ശേഷിയും പ്രോത്സാഹിപ്പിക്കുകയും ഞരമ്പുകളിൽ സമ്മർദ്ദം കുറച്ച് ശാന്തത നൽകാനും ഈ കല്ല് ഉപയോഗിക്കപ്പെടുന്നു. അപ്പാറ്റേറ്റ് ഒരു ആത്മീയ ഉണർവിനുള്ള കല്ലായി അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് ഉന്നതമായ മാർഗനിർദ്ദേശവുമായി ബന്ധമുണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ നീക്കി ബുദ്ധിശക്തിയെയും കൃത്യമായ ചിന്തശേഷിയെയും വളർത്താനും ഇത് സഹായിക്കുന്നു. അറിവും സത്യബോധവും കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അപ്പാറ്റേറ്റ് വലിയ പിന്തുണയായി മാറാം. കൂടാതെ ഈ ക്രിസ്റ്റൽ ആരോഗ്യകരമായ വിശപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥിരത നൽകുകയും ചെയ്യുന്നു. ആത്മീയവും ഭൗതികവുമായ പുരോഗതിക്ക് ഇത് ഒരു സന്തുലിത പങ്കാളിയാകുന്നു. അടുത്തത് ടൈഗേഴ്സ് ഐ. ഭൂമിയുടെയും സൂര്യന്റെയും ഊർജ്ജങ്ങളെ സംയോജിപ്പിക്കുന്ന ശക്തിയുള്ള സംരക്ഷക കല്ലായി ടൈഗേഴ്സ് ഐ അറിയപ്പെടുന്നു. വ്യക്തിഗത ശക്തി, ആത്മവിശ്വാസം, ധൈര്യം, സത്യസന്ധത എന്നിവയെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭയവും ഉത്കണ്ഠയും കുറയ്ക്കാനും മനസ്സിൽ വ്യക്തത കൊണ്ടുവന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ടൈഗേഴ്സ് ഐ ഏറെ പ്രചാരമുള്ള ക്രിസ്റ്റലാണ്. അടുത്തത് എമറാൾഡ് ആണ്. ഇത് ഹൃദയചക്രത്തെ തുറക്കുകയും സജീവമാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിലൂടെ സന്തോഷം, വിശ്വസ്തത, നിരുപാധികമായ സ്നേഹം എന്നിവ ജീവിതത്തിൽ കൂടുതൽ നിലനിൽക്കാൻ സഹായിക്കുന്നു. ഈ കല്ല് ആത്മീയ ഉൾക്കാഴ്ച മെച്ചപ്പെടുത്തുകയും വ്യക്തിഗത ബന്ധങ്ങളിൽ ശാന്തതയും സമതുലിതാവസ്ഥയും കൊണ്ടുവരാനുമാണ് സഹായകമാകുന്നത്. കൂടാതെ ബന്ധങ്ങളിൽ തുലനം നിലനിർത്താനും ഇണകളെ തമ്മിൽ കൂടുതൽ ചേർത്ത് നിർത്താനും ഈ കല്ല് ഒരു ശാന്തമായ ശക്തിയായി പ്രവർത്തിക്കുന്നു. അടുത്തത് ജേഡ് ആണ്. ജേഡ്, പ്രത്യേകിച്ച് ഗ്രീൻ ജേഡ്, ശാന്തത, ഐക്യം, ശുദ്ധത എന്നിവയുടെ പ്രതീകമായി അറിയപ്പെടുന്നു. ഇത് നല്ല ഭാഗ്യം, സൗഹൃദം, സമൃദ്ധി എന്നിവയെ ആകർഷിക്കുന്നതായാണ് വിശ്വാസം.
മനസ്സിൽ ശാന്തത നൽകാനും സമ്മർദ്ദം കുറയ്ക്കാനും ജ്ഞാനം വളർത്താനും ജേഡ് സഹായിക്കുന്നു. കൂടാതെ വികാരങ്ങൾ നിയന്ത്രിക്കാനും സ്ഥിരത നിലനിർത്താനും ഇത് മികച്ചൊരു സഹായിയാണ്. അടുത്തത് മലക്കേറ്റ് ആണ്. മലക്കേറ്റ് മാറ്റത്തിന്റെയും സംരക്ഷണത്തിന്റെയും ശക്തിയുള്ള കല്ലാണ്. നെഗറ്റീവ് ഊർജങ്ങളും മലിനതകളും ശരീരത്തിലും ചുറ്റുപാടിലും നിന്ന് ആഗിരണം ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കാനും റിസ്കുകൾ ഏറ്റെടുക്കാനും ധൈര്യം നൽകാൻ മലക്കേറ്റ് സഹായിക്കുന്നു. അനാവശ്യമായ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ, അതിലൂടെ ആത്മീയ വളർച്ചയ്ക്ക് വഴി ഒരുക്കാനും ഇത് നല്ല പിന്തുണയാണ്. ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മലക്കേറ്റ് മികച്ച തീരുമാനമാണ്. സോഡാലൈറ്റ് ഒരാളുടെ ബുദ്ധിശക്തിയും യുക്തിപരമായ ചിന്തയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കല്ലാണ്. ആശയങ്ങൾ വ്യക്തമാക്കാനും ചുറ്റുപാടുകളെ സംശയരഹിതമായി വിലയിരുത്താനും ഇത് പിന്തുണയ്ക്കുന്നു. കൂടാതെ ആത്മാഭിമാനവും സ്വയം അംഗീകാരവുമെല്ലാം ഉറപ്പാക്കാൻ സോഡാലൈറ്റ് സഹായിക്കുന്നു. വികാരങ്ങൾ നിയന്ത്രിച്ച് മനസ്സിൽ ഒരു ശാന്തതയും തുലനവും നിലനിർത്താൻ ഇത് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂട്ടായ്മകളിലും ബന്ധങ്ങളിലും സൗഹൃദവും വിശ്വാസവും വളർത്താനായും ഇവ സഹായിക്കുന്നു. പൈറേറ്റിനെ വിഡ്നികളുടെ സ്വർണം എന്ന് വിളിക്കപ്പെടാറുണ്ടെങ്കിലും ഇതിന്റെ ശക്തി അതിലും കൂടുതലാണ്. സംരക്ഷണത്തിന്റെയും പ്രകടനത്തിന്റെയും കല്ലായി പൈറേറ്റ് അറിയപ്പെടുന്നു. സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കാൻ ഇതിന്റെ ഊർജം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും ശാരീരിക അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും വളർത്താനും ഈ ക്രിസ്റ്റൽ നല്ലൊരു പിന്തുണയാകുന്നു. ഉയർന്ന ലക്ഷ്യങ്ങൾ പിന്തുടരാൻ ധൈര്യവും ഉറച്ച മനസ്സുമാണ് പൈറേറ്റ് നൽകുന്നത്. ബ്ലാക്ക് ഒബ്സിഡിയൻ അത്യന്തം സംരക്ഷണവും ഗ്രൗണ്ടിംഗും നൽകുന്ന ശക്തമായ കല്ലാണ്. നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്ന് ഒരാളെ കാത്തുസൂക്ഷിക്കുന്ന ഒരു അതിവിശ്വസ്തമായ കവചം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. മനസ്സിലെ സമ്മർദ്ദം, ആശങ്ക, പിരിമുറുക്കം എന്നിവ ഒഴിവാക്കാൻ ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും ആന്തരികമായി സ്വയം അറിയാനും ബ്ലാക്ക് ഒബ്സിഡിയൻ ഏറെ സഹായകമാണ്. ആത്മപരിശോധനയ്ക്ക് മികച്ച കല്ലായി ഇത് പരിഗണിക്കപ്പെടുന്നു. ലാപിസ് ലസൂലി സത്യം, ജ്ഞാനം, ആന്തരിക ദർശനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കല്ലാണ്. ഇത് ആദ്യാചക്രത്തെ ഉത്തേജിപ്പിക്കുമെന്നും ബുദ്ധിയും മനസ്സിന്റെ തെളിച്ചവും വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ആത്മീയ വളർച്ചയ്ക്കും മനസ്സു തുറന്ന ആശയവിനിമയത്തിനും ഈ കല്ല് സഹായിക്കുന്നു. ബന്ധങ്ങളിൽ ഐക്യവും വിശ്വാസവും ഉണ്ടാക്കാനും ലാപിസ് ലസൂലി മികച്ചതാണ്. ചാരോയിറ്റ് ആഴമുള്ള രൂപാന്തരത്തിനും ആത്മീയ വളർച്ചയ്ക്കും ശക്തിയേകുന്ന ഒരു വിശിഷ്ടമായ കല്ലാണ്. ജീവിതത്തിലെ മാറ്റങ്ങളെ ധൈര്യത്തോടെ ഏറ്റെടുക്കാനും ആന്തരികമായി വളരാനും ഈ കല്ല് സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭയങ്ങളും ആശങ്കകളും അതിജീവിക്കാൻ മനസ്സിന് ശക്തി നൽകുകയും രോഗശാന്തിക്കും മാനസിക ആശ്വാസത്തിനും പിന്തുണ നൽകുകയും ചെയ്യുന്നു. അതായത് അത്രയേറെ പ്രായോഗികമായ ആത്മീയ കല്ലാണ് ഇത്. ഫ്ലൂറേറ്റ് സംരക്ഷണവും സ്ഥിരതയും നൽകുന്ന ഒരു ശക്തമായ കല്ലാണ്. ഇത് ആത്മീയ ഊർജ്ജത്തെ ഗ്രൗണ്ട് ചെയ്യാനും മനസ്സിനെ സമതുലിതമാക്കാനും സഹായിക്കുന്നു. ഓറയെ ശുദ്ധമാക്കാനും സ്ഥിരപ്പെടുത്താനും ഫ്ലൂറേറ്റ് ഉപയോഗിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് നെഗറ്റീവ് ഊർജ്ജങ്ങളും സമ്മർദ്ദവും ആഗിരണം ചെയ്ത് മനസ്സിൽ ശാന്തതയും വ്യക്തതയും നൽകുന്നു. ഫ്ലൂറേറ്റ് ശരീരവും മനസ്സും കൂട്ടിയിണക്കാനും വേഗത്തിൽ ചിന്തിക്കാനും സഹായിക്കുന്നു. നാം എല്ലാവരും ക്രിസ്റ്റലുകളെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ്, അല്ലേ? സംഖ്യാശാസ്ത്രവും ക്രിസ്റ്റലുകളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് ന്യൂമറോളജിയും ക്രിസ്റ്റൽ ഹീലിംഗും ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റലുകൾ പണ്ടുകാലം തൊട്ട് ഊർജ്ജ ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എനർജൈസ് ചെയ്ത് ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ എല്ലാവരും ക്രിസ്റ്റലുകൾ ആഭരണങ്ങളായി ധരിക്കാറുണ്ട്. എന്നാൽ എല്ലാവർക്കും എല്ലാ ക്രിസ്റ്റലുകളും അനുയോജ്യമല്ല. ഇങ്ങനെ അനുയോജ്യമല്ലാത്ത ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചാൽ വിപരീത ഫലങ്ങളും ഉണ്ടാകാം. സംഖ്യാശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്രിസ്റ്റൽ ഏതാണെന്ന് അറിയാൻ ആകാംക്ഷ ഇല്ലേ? വരൂ, നമുക്ക് നോക്കാം. സംഖ്യാശാസ്ത്രത്തിൽ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ഓരോ അക്കവും ഓരോ ഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയ്ക്കനുസരിച്ചുള്ള ക്രിസ്റ്റലുകൾ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സംഖ്യാശാസ്ത്രത്തിലെ 2 പ്രധാനപ്പെട്ട നമ്പറുകളാണ് ഡ്രൈവർ നമ്പറും കണ്ടക്ടർ നമ്പറും. ഡ്രൈവർ നമ്പർ എന്നത് നമ്മുടെ ജനന തീയതി കൂട്ടുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയാണ്.
അതായത് ജനനത്തീയതി 29 ഉള്ള ആളുടെ ഡ്രൈവർ നമ്പർ കണക്കാക്കാൻ 2+9 ചേരുമ്പോൾ 11 വരും. 11നെ വീണ്ടും 1+1 2 എന്ന് കൂട്ടിയെടുക്കുക. അതായത് 29 ജനന തീയതിയുള്ള ഒരാളുടെ ഡ്രൈവർ നമ്പർ 2 ആണ്. ഇനി കണ്ടക്ടർ നമ്പർ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ലെ എല്ലാ സംഖ്യകളും കൂട്ടുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയാണ്. കണ്ടക്ടർ നമ്പറും ഡ്രൈവർ നമ്പറും എപ്പോഴും 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ ക്രിസ്റ്റലുകൾ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ഡ്രൈവർ നമ്പറും കണ്ടക്ടർ നമ്പറും കണ്ടുപിടിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് 35 വയസ്സ് അല്ലെങ്കിൽ അതിൽ താഴെ ആണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവർ നമ്പറിന് അനുസരിച്ചുള്ള ക്രിസ്റ്റലുകൾ തിരഞ്ഞെടുക്കുക. 35 വയസ്സിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ കണ്ടക്ടർ നമ്പറിന് അനുസരിച്ചുള്ള ക്രിസ്റ്റലുകൾ തിരഞ്ഞെടുക്കുക. ക്രിസ്റ്റലുകൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്, മാല, മോതിരം എന്ന രൂപങ്ങളിൽ ശരീരത്തിൽ ധരിക്കാവുന്നതാണ്. ക്രിസ്റ്റലുകൾ ശരീരത്തിൽ ആഭരണം പോലെ ധരിക്കാൻ താൽപ്പര്യമില്ലാത്തവർ അതിന്റെ ബോൾസ് വാങ്ങി നിങ്ങളുടെ ടേബിളിലോ കിടപ്പുമുറിയിലോ ഒക്കെ വയ്ക്കുക. കൂടാതെ ടവർ മോഡലിലുള്ള ചെറിയ ക്രിസ്റ്റലുകൾ വാങ്ങി മുറിയിൽ വച്ച് നിങ്ങൾക്ക് മെഡിറ്റേഷൻ സമയത്ത് തുളസി തിരി കത്തിച്ച് എനർജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ക്രിസ്റ്റലുകൾ വാങ്ങുമ്പോൾ വിശ്വാസ്യത ഉള്ളിടത്ത് നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അത് ഒറിജിനൽ ആയിരിക്കണം. അതുപോലെ തന്നെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയും വേണം. ഹാനികരമായ ക്രിസ്റ്റലുകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഓരോ നമ്പറിനും ഉള്ള പ്രത്യേകതകളും അവയ്ക്ക് അനുയോജ്യമായ ക്രിസ്റ്റലുകളും ഏവയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 1 തന്നെ തുടങ്ങാം. 1 എന്ന സംഖ്യ എപ്പോഴും ഒരു പുതിയ തുടക്കത്തെ കാണിക്കുന്നു. 1 എന്ന സംഖ്യ ഡ്രൈവർ നമ്പറായി വരുന്നവർ 1, 10, 19, 28 തീയതികളിൽ ജനിച്ചവർ ആണ്. ഈ ജനനത്തീയതിയിൽ ഉള്ളവരും 35 വയസ്സിന് ശേഷമാണെങ്കിൽ കണ്ടക്ടർ നമ്പർ 1 ഉള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ല വ്യക്തിത്വം ഉള്ളവരാണ്. പൊതുവെ നേതൃസ്ഥാനം ഇഷ്ടപ്പെടുന്നവരും ആണ്. ലക്ഷ്യബോധം, ധൈര്യം, സ്വാശ്രയത്വം, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, സർഗാത്മകത, ഏകാഗ്രത ഇവ ഇത്തരക്കാരുടെ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്രിസ്റ്റലുകൾ ഗാർനെറ്റ്, കാർനേലിയൻ, റെഡ് ജാസ്ഫർ എന്നിവയാണ്. ഇനി 2 എന്ന നമ്പരുകാർക്ക് വേണ്ട ക്രിസ്റ്റലുകൾ ഏവ എന്ന് നോക്കാം. ബർത്ത് ഡേറ്റ് 2, 11, 20, 29 എന്നിവ വരുന്നവരും കണ്ടക്ടർ നമ്പർ 2 വരുന്നവരുമാണ് ഇവർ. 2 എന്നത് രാജ്ഞിയെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രഹങ്ങളിൽ ചന്ദ്രനെയും സൂചിപ്പിക്കുന്നു. ഇവരുടെ പ്രത്യേകത സൗമ്യത, ക്ഷമ, സമാധാനം, ഉൾക്കാഴ്ച, സഹകരണം, സ്വീകാര്യത എന്നീ ഉള്ളവരായിരിക്കും എന്നതാണ്. ഇവർക്ക് അനുയോജ്യമായ ക്രിസ്റ്റലുകൾ മൂൺ സ്റ്റോൺ, റോസ് ക്വാർട്സ്, സെലനേറ്റ് എന്നിവ ആണ്. ഇനി 3 ഡ്രൈവർ നമ്പറും കണ്ടക്ടർ നമ്പറും ആയി വരുന്നവർക്ക് വേണ്ട ക്രിസ്റ്റലുകൾ നോക്കാം. 3, 12, 21 എന്നീ തീയതികളിൽ ജനിച്ചവരും കണ്ടക്ടർ നമ്പർ 3 ഉള്ളവരും ആണ് ഈ കൂട്ടർ. ഇവർ നല്ല ആശയവിനിമയശേഷി ഉള്ളവർ ആയിരിക്കും. ഇവർ എല്ലാ കാര്യങ്ങളിലും നല്ല ഉത്സാഹം കാണിക്കും. എപ്പോഴും സന്തോഷം, ശുഭാപ്തി വിശ്വാസം എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. ഇവർ സാമൂഹികമായി നന്നായിട്ട് ഇടപെടുന്നവർ ആയിരിക്കും. ഇവർക്ക് അനുയോജ്യമായ ക്രിസ്റ്റലുകൾ സിട്രിൻ, യെല്ലോ അവഞ്ചുറൈൻ, ബ്ലൂലേസ് അഗേറ്റ് തുടങ്ങിയവ ആണ്. ഈ ക്രിസ്റ്റലുകൾ സന്തോഷം, സർഗാത്മക പ്രവാഹം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇനി ബർത്ത് ഡേറ്റ് 4, 13, 22 എന്നിവ വരുന്നവർക്കും കണ്ടക്ടർ നമ്പർ 4 വരുന്നവർക്കും ഉള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവർ നല്ല സംഘാടകർ ആയിരിക്കും. ഏത് കാര്യം സാധിക്കുന്നതിനു വേണ്ടിയും കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. സ്ഥിരതയും അച്ചടക്കവും ചിട്ടയും ഇവരുടെ മുഖമുദ്രയാണ്. സ്മോക്കി ക്വാഡ്സ്, ബ്ലാക്ക് ടൂർ മലൈൻ, ഗ്രീൻ അവഞ്ചുറിൻ എന്നിവയാണ് ഇവർക്ക് അനുയോജ്യമായത്. മദിനം 5, 14, 23 ഉള്ളവരും കണ്ടക്ടർ നമ്പർ 5 ഉള്ളവരും മാറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇവർക്ക് സ്വാതന്ത്ര്യവും പുതിയ അനുഭവങ്ങളും വളരെയേറെ ആവശ്യമുണ്ട്.
ഒരേ രീതിയിൽ ജീവിക്കാൻ താൽപ്പര്യമില്ലാത്തവരാണ് ഇവർ. മാറ്റങ്ങൾ കൊണ്ടാണ് ഇവർ ഉത്സാഹം കണ്ടെത്തുന്നത്. സ്വതന്ത്രചിന്ത, സാഹസിക മനസ്സ്, ആഡംബരപ്രധാനമായ ജീവിതം ഇതെല്ലാം ഇക്കൂട്ടർ ഇഷ്ടപ്പെടുന്നു. ഇത്തരക്കാർ ടൈഗേഴ്സ് ഐ, ടർക്കോയിസ്, അപ്പറ്റൈറ്റ് എന്നീ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചാൽ ഇവർക്ക് ധൈര്യം വർദ്ധിക്കും. ബർത്ത് ഡേറ്റ് 6, 15, 24 എന്നിവ ഉള്ളവർ, അതുപോലെ കണ്ടക്ടർ നമ്പർ 6 ഉള്ളവർ എന്നിവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്തത്. ഇവർ നല്ല കുടുംബസ്നേഹികൾ ആയിരിക്കും. ഇവർ എപ്പോഴും മറ്റുള്ളവരെ പോറ്റി വളർത്തുന്നവർ ആയിരിക്കും. കൂടുതലും മെഡിക്കൽ ഫീൽഡ് ഇഷ്ടപ്പെടുന്നവർ ആണ്. ഉത്തരവാദിത്വം, സേവനം, സൗന്ദര്യം എന്നിവ ഇവരുടെ പ്രത്യേകത ആണ്. ഇവർ ഉപയോഗിക്കേണ്ട ക്രിസ്റ്റലുകൾ റോസ് ക്വാർട്സ്, എമറാൾഡ്, ജേഡ്, മൂൺ സ്റ്റോൺ എന്നിവ ആണ്. കാരണം ഇവ സ്നേഹം, എന്നിവയെ പോഷിപ്പിക്കുന്നു. ബർത്ത് ഡേറ്റ് 7, 16, 25 എന്നിവ വരുന്നവരും കണ്ടക്ടർ നമ്പർ 7 വരുന്നവരും നല്ല ആത്മീയത ഉള്ളവർ ആയിരിക്കും. ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും നല്ല ഉൾക്കാഴ്ച ഉള്ളവരും ആണ്. എല്ലാ കാര്യങ്ങളും ആഴത്തിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് അമേത്തിസ്റ്റ്, സോഡ ലൈറ്റ്, ക്ലിയർ ക്വാർട്സ് എന്നിവ ആണ് അനുയോജ്യം. ഈ ക്രിസ്റ്റലുകൾ ആത്മീയ ബന്ധം ആഴത്തിൽ ആകാനും ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കാനും ആത്മപരിശോധനയെയും ധ്യാനത്തെയും പിന്തുണയ്ക്കാനും സഹായിക്കുന്നു. ബർത്ത് ഡേറ്റ് 8, 17, 26 എന്നിവ വരുന്നവരും കണ്ടക്ടർ നമ്പർ 8 വരുന്നവരെപ്പറ്റിയാണ് അടുത്തത്. നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം ശനിയാണ്. ശനി എന്നാൽ മണി, പണം എന്നാണ്. ശനി ഭൗതികതയെയും ധനത്തെയും പ്രതിനിധീകരിക്കുന്നു. ഒപ്പം തന്നെ ജഡ്ജ്മെന്റിനെയും കാണിക്കുന്നു. ഇത്തരക്കാർ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുന്നവരും നല്ല കാര്യനിർവഹണ ശേഷി ഉള്ളവരുമാണ്. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ വൈമുഖ്യം ഉള്ളവരും ആയിരിക്കും. ഇവർ പൈറേറ്റ്, ഗ്രീൻ ജേഡ്, ബ്ലാക്ക് ഒബിസിഡിയൻ എന്നിവ ധരിച്ചാൽ ഭാഗ്യം, ശക്തി എന്നിവ ലഭിക്കും. കൂടുതൽ ധനസമ്പാദനം ആവശ്യമുള്ളവരും ബിസിനസ് ചെയ്യുന്നവരും ആണെങ്കിൽ പൈറേറ്റ് കൂടുതലായി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ബർത്ത് ഡേറ്റ് 9, 18, 27 എന്നിവ വരുന്നവരും 9 കണ്ടക്ടർ നമ്പർ ആയി വരുന്നവരും നല്ല മനുഷ്യസ്നേഹികൾ ആയിരിക്കും. ഇവരെ എല്ലാവരും ഇഷ്ടപ്പെടും. മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ ഇവർക്ക് മടിയില്ല. നല്ല അറിവ് ഉള്ളവർ ആയിരിക്കും ഇവർ. ഇവർക്ക് അനുയോജ്യമായത് ലാപിസ് ലസൂലി, ചാരോയിറ്റ്, റെഡ് ജാസ്പർ എന്നീ ക്രിസ്റ്റലുകളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബർത്ത് ഡേറ്റിനും 35 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ കണ്ടക്ടർ നമ്പറിനും അനുസരിച്ചുള്ള ക്രിസ്റ്റലുകൾ ആണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റലുകൾ ഉപയോഗിക്കുന്നവർ അവയെ പതിവായി ശുദ്ധീകരിക്കുകയും ചാർജ് ചെയ്യുകയും ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ. ക്രിസ്റ്റലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഇണങ്ങിയത് മാത്രം തിരഞ്ഞെടുക്കുക. ക്രിസ്റ്റലുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ അറിവുകളുമായി അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി പറയുന്നു. താങ്ക് യു ഓൾ.